പലരും നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ് എന്താണ്, അത് എന്തിനാണ്, അത് എങ്ങനെ ചെയ്യണം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ അതിൽ ലാഭം ഉണ്ടാക്കണം, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്താണ് അതിൻ്റെ ദോഷങ്ങൾ, ഇത്രയധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ബൃഹത്തായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കാണുകയും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്താൽ അവർക്കും കൂടെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം കാലത്ത് 9:15 3:20 ഒക്കെ ഇടയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുകയും ആ സ്റ്റോക്ക് വിൽക്കുകയും ചെയ്തുകൊണ്ട് ലാഭം എടുക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു സ്റ്റോക്ക് വിൽക്കുകയും അതേ സ്റ്റോക്ക് വാങ്ങിക്കൊണ്ട് സ്ക്വയർ ഓഫ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റോക്കുകൾ ഒരിക്കലും ഡെലിവറി എടുക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റോക്ക് ഒരു ദിവസം കാലത്ത് വാങ്ങുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്കിൻ്റെ വില 105 ആകുമ്പോൾ വൈകിട്ട് അതിന് 5 രൂപ ലാഭത്തിന് വിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു 1000 സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു 1000 സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 100 രൂപ 105 രൂപയായി കഴിഞ്ഞാൽ തന്നെ 5 × 1000 അതായത് 5000 രൂപ നമുക്ക് ലാഭം കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇൻട്രാഡേ. അതേപോലെ തന്നെ നഷ്ടസാധ്യതയും കൂടുതലാണ്. കാരണം എന്താ? ഈ 100 105 ആവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ളൊരു കാര്യം 100 95 മാറിക്കഴിഞ്ഞാൽ 5000 രൂപ നഷ്ടമായി അല്ലേ? അപ്പോൾ വളരെയധികം ലാഭവും അതേപോലെ തന്നെ വളരെയധികം നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തരം ട്രേഡിംഗ് മെക്കാനിസത്തിനെയാണ് ഇൻട്രാഡേ ട്രേഡ്. ദിവസത്തെ പരിപാടിയുടെ കാര്യങ്ങൾ അതേ ദിവസം തന്നെ അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അല്ലേ? ആണായാലും പെണ്ണായാലും ഇന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതേപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്യേണ്ടുള്ളൂ എന്നുള്ളത് അതിൻ്റെ മറ്റൊരു ഗുണമാണ്. അതായത് സാധാരണ ഞാനൊക്കെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് നമ്മളൊരു 10 മണിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെയാണ് നമ്മളതിൽ സ്പെൻഡ് ചെയ്യുക. ഞാൻ വളരെ കുറച്ചേ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഉത്തരം ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ അരമണിക്കൂർ 3/4 മണിക്കൂർ ആകുമ്പോൾ അതിൻ്റെ അവസ്ഥയുള്ളത് ആ അവസ്ഥയിൽ നമ്മൾ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ആ പൊസിഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് പോവാറാണ് പതിവ്. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും 3/4 മണിക്കൂറിനുള്ളിൽ ഏകദേശം അറിയാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് എവിടെ ഇരുന്നായാലും ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ RupeeMonk സർവീസിലേക്ക് ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആരോ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വന്നപ്പോൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഏകദേശം മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വലിയ ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾക്ക് ലാഭം കിട്ടുന്നത് പോലെ തന്നെ നഷ്ടവും ഉണ്ടാകാനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. ഇതൊരു അഡിക്ഷനായിട്ട് ചിലപ്പോൾ മാറും കുറച്ചൊക്കെ കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? നമുക്ക് കാലത്ത് 9:15 ആയി കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇത് ഭയങ്കര ഒരു പ്രഷറുള്ളൊരു സംഗതി ആയത് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രഷറുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി ചെയ്യുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സാധാരണ ആളുകൾ ചെയ്യുന്ന ഇൻട്രാഡേ മിസ്റ്റേക്കുകളും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് സാധാരണ ആളുകൾ ഇൻട്രാഡേക്ക് വേണ്ടി കുറച്ച് സ്റ്റോക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 3/4 മണിക്കൂറിലൊന്നും അവർ സ്ക്വയർ ഓഫ് ഇല്ല എന്ന് വൈകിട്ട് വരെ അത് ട്രൈ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ 10 റിലയൻസ് ഒരു 100 രൂപ കയറുമെന്ന് വിചാരിച്ചെടുത്തിട്ടുള്ള റിലയൻസ് 10 എണ്ണം ഡെലിവറി ആയിട്ട് നമ്മളുടെ ഹോൾഡിങ്സിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുന്നത് ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യും, പക്ഷേ മിക്കവാറും സംഗതികളിൽ നമുക്കത് ദോഷമാണ് ചെയ്യാറുള്ളത്. രണ്ടാമത്തേത്, പലരും ഒരു സിസ്റ്റവും ഇല്ലാതെ ഒരു പ്രത്യേക ഒരു പ്ലാനും പദ്ധതികളൊന്നും ഇല്ലാതെയാണ് ഈ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് മഹാ അബദ്ധം. മനസ്സിലായില്ലേ? ഏതെങ്കിലും ആളുകൾ ആരെങ്കിലും ഒക്കെ തലേ ദിവസവും വന്നു കാലത്തൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ മേടിക്കുന്നു, വിൽക്കുന്നു. ലാഭം കിട്ടിയാൽ കിട്ടി, നഷ്ടം വന്നാൽ നഷ്ടം.
നമ്മളുടെ പ്രമുഖ പല യൂട്യൂബർമാരും ഡേയും ഒരു ഇതെടുത്ത് നോക്കിയാൽ, ഒരു കൺവേർഷൻ റേഷ്യോ എടുത്ത് നോക്കിയാൽ 10 എണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണം തെറ്റി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഒരു പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വയം പഠിച്ച് മനസ്സിലാക്കി ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് അത് ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ വിജയിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി മാറും. അതായത് ലാഭം വലിയ രീതിയിൽ ലാഭം കിട്ടുമ്പോഴായാലും വലിയ രീതിയിൽ നഷ്ടം കിട്ടുമ്പോഴായാലും അവർ ഭയങ്കര സൈക്കോളജിക്കലി ഭയങ്കര ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരികയും വളരെ തെറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ നഷ്ടത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതിനുള്ള ഒരു 3 കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളെപ്പോഴും ഒരു ഫിക്സഡ് ടൈം മാത്രം ഇതിൽ നിൽക്കും എന്നുള്ളത് ഇത് ചെയ്യുക. ഇപ്പോൾ ഞാൻ സാധാരണ എൻ്റെ ഒരു ഫുൾ ടൈം ജോലി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലീവുള്ള ദിവസം അല്ലെങ്കിൽ ഞാൻ ലീവായിരിക്കുന്ന ദിവസം മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ദിവസം മാത്രം ഈ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നുമില്ല. നല്ല ട്രേഡുകൾ കിട്ടിയാൽ മാത്രം ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് എനിക്ക്. അതുപോലെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ 10 മുതൽ 10:30 വരെ മാത്രം ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ അരമണിക്കൂറിൻ്റെ പ്രശ്നമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ സ്റ്റോക്കുകൾ ഇന്ന സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്ലാനും പദ്ധതിയും വെച്ച് മാത്രം പോകുക. അല്ലാതെ കണ്ണി കണ്ട ഷെയറുകളിലും സ്റ്റോക്കുകളിലും ആരെങ്കിലും പറഞ്ഞ ടിപ്പിൻ്റെയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, നഷ്ടം വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ട്രേഡ് എപ്പോഴും നമ്മളുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും നമ്മളുടെ ഒരു അപ്രോച്ചിനും അനുസരിച്ചുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ഞാനെപ്പോഴും ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകളാണ് സാധാരണ വല്ലപ്പോഴും ഈ ഇൻട്രാഡേ ചെയ്യുമ്പോഴായാലും ചെയ്യാറുള്ളത്. അതിൽ ഈ നിഫ്റ്റി 50-യുടെ സ്റ്റോക്കുകളിൽ 50 മൂവിങ് ആവറേജ് 50 സിമ്പിൾ മൂവിങ് ആവറേജ് ലൈനിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ആ 50 മൂവിങ് ആവറേജ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു തരം സ്റ്റോക്കുകളിലാണ് ഞാൻ സാധാരണ എൻട്രി എടുക്കാറ്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അത് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലും കൂടെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 50 സിമ്പിൾ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഇൻഡിക്കേറ്ററുകൾ 1-2 ഇൻഡിക്കേറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻഡിക്കേറ്ററുകൾ നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു പോയിൻറ്റേഴ്സ് തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു ക്യാൻഡിലിൻ്റെ മേളിൽ വെച്ച് ബൈ ചെയ്യുകയും ആ ക്യാൻഡിലിൻ്റെ ഈ തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ മിക്കവാറും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കുന്നതിൻ്റെ ഇരട്ടിയോളം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതും എപ്പോഴും പല ആളുകളും തെറ്റായിട്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമല്ലാത്തൊരു ക്വാണ്ടിറ്റി അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ 1 ലക്ഷം രൂപയാണെന്ന് കരുതുക. ആ 1 ലക്ഷം രൂപയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രേഡിലൂടെ ഞാൻ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30,000 രൂപയാണ് എൻ്റെ റിസ്ക് എന്ന് കരുതുക. അതിൽ ഞാനൊരു 60 ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ട്രേഡിൽ എനിക്ക് വെക്കാവുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 30,000-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 500 രൂപയാണ് സ്റ്റോപ്പ് ലോസ് അല്ലേ? അപ്പോൾ ഞാനൊരു സ്റ്റോക്കിൻ്റെ 100 രൂപയിൽ വിലയുള്ളൊരു സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ സ്റ്റോപ്പ് ലോസ് 5 രൂപ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് 95 സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് വില 5 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് എനിക്കൊരു ട്രേഡിൽ നഷ്ടം വരാൻ മാക്സിമം ഉള്ളത്. അതിൻ്റെ ഒരു സ്റ്റോക്കിൽ നഷ്ടം വരാൻ പോകുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് 500-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 100 ക്വാണ്ടിറ്റിയാണ് ഞാൻ എൻ്റെ ലോട്ടാക്കിയിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ടൈമും റിസ്ക്കും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൃത്യമായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റും കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്പർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.